കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ. സമയം പുലർച്ചെ 5 മണി. ഈ നിശബ്ദവേളയിൽ എറണാകുളത്തിന്റെ ഹൃദയഭാഗമായ ചോറ്റാനിക്കരയിൽ ഒരു പുതിയ പുലരിക്ക് തുടക്കമാവുകയാണ്. ഭക്തജനത്തിരക്കുകൾ കൊണ്ട് നിറയാറുള്ള ചോറ്റാനിക്കര അമ്മയുടെ ക്ഷേത്ര സന്നിധിയിൽ പ്രഭാതത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. ഞങ്ങൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ ചുറ്റും ഭക്തിയുടെയും നിശബ്ദതയുടെയും നേർത്ത തിരമാലകൾ അലയടിക്കാൻ തുടങ്ങിയിരുന്നു. ചോറ്റാനിക്കര അമ്മയുടെ മഹിമ കേട്ടറിയാത്തവരില്ല. ആദി പരാശക്തിയായ ഭഗവതി ഇവിടെ 3 ഭാവങ്ങളിൽ ആയാണ് കുടികൊള്ളുന്നത്. പ്രഭാതത്തിൽ പാദസരങ്ങൾ കിലുക്കി എത്തുന്ന അറിവിന്റെ ദേവതയായ സരസ്വതി, മധ്യാഹ്നത്തിൽ ഭക്തരുടെ സംരക്ഷകയായ ഭദ്രകാളി, സന്ധ്യയാകുമ്പോൾ ദുഷ്ടശക്തികളെ അകറ്റുന്ന ദുർഗാദേവി. ഈ 3 ഭാവങ്ങൾ ഒരേ ശ്രീകോവിലിൽ സങ്കല്പിച്ച് ആരാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെയുള്ള പ്രധാന ആകർഷണം കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. മനോവിഷമങ്ങൾ തീർക്കുന്ന ദേവി എന്നാണ് ഇവിടുത്തെ ഭഗവതി അറിയപ്പെടുന്നത്. മനസ്സിനെ അലട്ടുന്ന സങ്കടങ്ങളും അസ്വസ്ഥതകളും സമർപ്പിച്ച് മനസ്സു നിറയെ ശാന്തിയോടെ മടങ്ങുന്ന ആയിരക്കണക്കിന് ഭക്തരുടെ വിശ്വാസ കേന്ദ്രമാണിത്. ക്ഷേത്രത്തിന്റെ ഓരോ തൂണിലും ഓരോ ശിലയിലും നൂറ്റാണ്ടുകളുടെ പഴക്കവും ഒട്ടനവധി അത്ഭുത കഥകളും ഉണ്ട്. ഞങ്ങളോടൊപ്പം ഉള്ളവരും ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ ആ ഭക്തിയുടെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുന്നത് കാണാമായിരുന്നു. ആരും ആരോടും അധികം സംസാരിക്കുന്നില്ല. എല്ലാവരുടെയും മനസ്സിൽ ഒരേ പ്രാർത്ഥന മാത്രം. ക്ഷേത്രത്തിന്റെ പുറംകാഴ്ചകൾ മുതൽ ഭക്തിയുടെ ഈ മഹാപ്രപഞ്ചം ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഒരു പുലർക്കാല പ്രാർത്ഥന പോലെ ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹവുമായി നമുക്ക് ഈ ക്ഷേത്ര ദൃശ്യങ്ങളിലേക്ക് കണ്ണും മനസ്സും സമർപ്പിക്കാം. ഗോപകുമാര ഗോപി വല്ലഭ നീലാംബരമുഖധര, ഗോപകുമാര ഗോപി വല്ലഭ നീലാംബരമുഖധര, അനുദിനമെന്റെ ശിരസിലൊഴുകും നാദ ബ്രഹ്മമായി വാ, അനുദിനം എന്റെ ശിരസിലൊഴുകും നാദ ബ്രഹ്മമായി വാ. ഗോപകുമാര ഗോപി വല്ലഭ നീലാംബരമുഖധാര, ചാഞ്ചാടി ചരിഞ്ഞാടി ഉണ്ടോടിവാ, ആടി ചാഞ്ചാടി ചരിഞ്ഞാടി ഉണ്ടോടിവാ. വൃന്ദാവനത്തിലെ സഖിമാരെ, നിങ്ങളെന്റെ കണ്ണനെ കണ്ടോ? വൃന്ദാവനത്തിലെ സഖിമാരെ, നിങ്ങളെന്റെ കണ്ണനെ കണ്ടോ? കാളിയമർദ്ദന കമല വിലോചന കാരുണ്യം ചൊരിയൂ, കാളിയമർദ്ദന കമല വിലോചന കാരുണ്യം ചൊരിയൂ. വാഗചാർത്തിൽ പീലി വിടർത്തിയ മോഹന ദർശനമേകൂ, വാഗചാർത്തിൽ പീലി വിടർത്തിയ മോഹന ദർശനമേകൂ. കാളിയമർദ്ദന കമല വിലോചന കാരുണ്യം ചൊരിയൂ, ചാഞ്ചാടി ചരിഞ്ഞാടി ഉണ്ടോടിവാ, ആടി
ചാഞ്ചാടി ചരിഞ്ഞാടിട്ടോടിവാ വൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെന്റെ കണ്ണനെ കണ്ടോ വൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെന്റെ കണ്ണനെ കണ്ടോ നിങ്ങളെന്റെ കണ്ണനെ കണ്ടോ നിങ്ങളെന്റെ കണ്ണനെ കണ്ടോ നിങ്ങളെന്റെ കണ്ണനെ കണ്ടു നിങ്ങളെന്റെ കണ്ണനെ കണ്ടു ചോറ്റാനിക്കര ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ്. അടുത്ത ലക്ഷ്യം കേരളത്തിലെ കാശി എന്ന് വിശേഷിക്കപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. ശിവന്റെ അംശമായി കരുതപ്പെടുന്ന വൈക്കത്തപ്പന്റെ സാന്നിധ്യമുള്ള ആ പുണ്യഭൂമിയിലെ വിശേഷങ്ങളും അവിടുത്തെ ഐതിഹ്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അവിടെയുള്ള ദൃശ്യങ്ങളും പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. വൈക്കം മഹാദേവന്റെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി. മൃദുസ്വരം